നമ്മുടെ കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തിയ സംഭവത്തെയാണല്ലോ ഇന്ന് ഗർഭോ ഞായറാഴ്ച എന്നുള്ള പേരിൽ നാം അനുസ്മരിക്കുന്നത്. യേശുവിൻ്റെ അടുക്കിലേക്ക് പല രോഗികളെയും കൊണ്ടുവന്ന് താൻ അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ കുഷ്ഠരോഗിയായ ഒരാൾ വന്ന്, കർത്താവെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്നുള്ള അപേക്ഷ പറയുന്നതായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ എവൻഗേലിയോൻ ഭാഗത്തിൽ നാം വായിച്ചു കേൾക്കുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ എത്ര മാരകമായ രോഗം വന്നാലും അത് അവനെ സമൂഹത്തിൽ നിന്ന് അകറ്റുന്നില്ല. എന്നാൽ തൊലിപ്പുറത്ത് വരുന്ന രോഗങ്ങൾ മറ്റു മനുഷ്യരിൽ നിന്ന് നമ്മെ അകറ്റുന്നു. ഇവിടെ യേശു സ്നേഹപൂർവ്വം അവനെ സ്പർശിക്കുന്നു, അവൻ ശുദ്ധനായി തീർന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഒരുവന്റെ സ്പർശനശേഷി നഷ്ടപ്പെടുത്തുകയാണ്. ഇത് ആത്മീകമായി ചിന്തിക്കുമ്പോൾ അനേകം ആളുകൾക്ക് പാപത്തെ സംബന്ധിച്ച സ്പർശനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. പാപം എന്താണ് എന്ന് തിരിച്ചറിയുന്നില്ല. അനേകം ആളുകൾ ആത്മീയമായി കുഷ്ഠരോഗികളാണ്. ആത്മീയ സ്പർശനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ആ സ്പർശനശേഷി വീണ്ടെടുക്കുവാനും തങ്ങളുടെ ആത്മീയമായ സൗന്ദര്യം വീണ്ടെടുക്കുവാനും സഹായിക്കട്ടെ. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.